6ാമത്തെ യൂണിറ്റിൽ ഇൻഡസ്ട്രിയൽ ആൻഡ് ഡെവലപ്മെൻറ്റ് പോളിസി ഇന്ത്യ കൊണ്ടുവന്ന ഇൻഡസ്ട്രിയൽ ആൻഡ് ഡെവലപ്മെൻറ്റ് പോളിസികൾ ഇത് പ്രധാനമായിട്ടും 1991 കൊണ്ടുവന്ന സാമ്പത്തിക നയംപുത്തൻ ന്യൂ എക്കണോമിക് പോളിസിയാണ് ചർച്ച ചെയ്യാനുള്ളത്. അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയായിരുന്നു? നമുക്കറിയാം, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ ആണെന്ന് കൊണ്ടുവന്നത്. അതിൽ പ്രധാനമായിട്ടും ഇൻഡസ്ട്രിയൽ ലൈസൻസിങ് ഒഴിവാക്കി. ലിബറലൈസേഷൻ ഭാഗമായിട്ട് പ്രൈവറ്റൈസേഷൻ്റെ ഭാഗമായിട്ട് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി. എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് തൻ്റെ കയ്യിലുള്ള കമ്പനീസും പലതരത്തിലുള്ള ഓണർഷിപ്പുകളൊക്കെ പ്രൈവറ്റിന് കൊടുത്തു. ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ടെക്നോളജിക്ക് സിമ്പിളായിട്ട് രാജ്യത്ത് എൻ്റർ ചെയ്യാൻ പറ്റി. നിയമങ്ങളൊക്കെ ലിബറലൈസേഷൻ ചെയ്തു. ഗ്ലോബലൈസേഷൻ നടത്തി. ഓക്കെ, ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞാൽ വിദേശികൾക്ക് നമ്മുടെ രാജ്യത്തിന് അങ്ങ് തുറന്നു കൊടുത്തു. നമ്മുടെ മാർക്കറ്റ് വിദേശികൾക്ക് തുറന്നു കൊടുത്തു. അതോടെ അവരിവിടെ എൻ്റർ ചെയ്തു. അവർ എൻ്റർ ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടിലെ പ്രൊഡക്റ്റ് അവരോട് പിടിച്ചെടുക്കാൻ കഴിയാതെ നമ്മുടെ നാട്ടിലെ പ്രൊഡക്റ്റും സ്വാഭാവികമായിട്ട് വളരാൻ തുടങ്ങി. അതിലുള്ള റിസർച്ചും ഗ്രോത്തൊക്കെ തുടങ്ങിയെന്നർത്ഥം. ഇതിനോരോന്നിനും ഇവിടെ വിശദീകരിക്കുന്നുണ്ട്. അതിൽ അബോളിഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ ലൈസൻസ് എന്ന് പറഞ്ഞാൽ പണ്ട് ഏതൊരു ബിസിനസ് തുടങ്ങണമെങ്കിൽ ഒരുപാട് ലൈസൻസും കാര്യങ്ങളൊക്കെ വേണ്ടിയിരുന്നു. ഇപ്പോൾ ചില ലിമിറ്റഡായ 6 ഇൻഡസ്ട്രിക്ക് മാത്രമേ അങ്ങനത്തെ ലൈസൻസ് ആവശ്യമുള്ളൂ. ആൽക്കഹോൾ, സിഗരറ്റ്, അതുപോലെ തന്നെ ഹസാർഡ്സ് ആയ കെമിക്കൽസ്, ഇലക്ട്രോണിക്സ്, ഇങ്ങനത്തെ തുടങ്ങിയിട്ട് ഡിഫൻസ് എക്യുപ്മെൻറ്റ്, ഡ്രഗ്സ് പോലത്തെ കാര്യങ്ങൾക്ക്, മരുന്നുകൾക്ക് പോലത്തെ കാര്യങ്ങൾക്ക് ഇന്ന് നിലവിൽ ലൈസൻസ് ആവശ്യമുള്ളൂ. പിന്നെ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് നമ്മൾ പറഞ്ഞു, ഗവൺമെൻറ് അതിൻ്റെ കയ്യിലുള്ള ഒരുപാട് കമ്പനീസുകൾ പ്രൈവറ്റിന് വിട്ടുകൊടുത്തു. ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് സിമ്പിളായിട്ട് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റും ഫോറിൻ ടെക്നോളജിയും സിമ്പിളായിട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി. അതിലുള്ള നിയമങ്ങളൊക്കെ ലഘൂകരിച്ചു എന്നർത്ഥം. ഇങ്ങനെ ഒരു ചേഞ്ച് നടത്തിയപ്പോൾ അത് നമ്മുടെ എക്കണോമിയിൽ എന്തൊക്കെ മാറ്റം ഉണ്ടാക്കി. ഇങ്ങനെ 1991 ഒരു LPG പ്രഖ്യാപിച്ചതോടുകൂടി ഇന്ത്യയിലെ കോമ്പറ്റീഷൻ കൂടി. കാരണം ഫോറിൻ കമ്പനീസ് ഇന്ത്യയിലേക്ക് വന്നതോട് കൂടിയിട്ട് ഇന്ത്യയിൽ നല്ല മത്സരം നടക്കുമ്പോൾ ഓരോരുത്തരും ലോ കോസ്റ്റിൽ ഹൈ ക്വാളിറ്റി പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ ഇന്ത്യൻ മാർക്കറ്റ് ബയേഴ്സ് മാർക്കറ്റാണ് തീർന്നു. കാരണം കോമ്പറ്റീഷൻ ഉണ്ടാകുമ്പോൾ ബയേഴ്സിനാണല്ലോ മുൻഗണന. എല്ലാവരും അവരെ ചാക്കിലിടാനുള്ള, അവരെ സോപ്പിടാനുള്ള, അവർക്ക് ഏറ്റവും ക്വാളിറ്റിയുള്ള ഗുഡ്സ് കൊടുക്കാനുള്ള ശ്രമം നടത്തും. ഒറ്റ സെല്ലർ മാത്രം ഉണ്ടാകുമ്പോഴല്ലേ ഒരു കുത്തക മൊണോപ്പൊളി ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ കമ്പനീസൊക്കെ ലേറ്റസ്റ്റ് ആയ ടെക്നോളജി ഉപയോഗിക്കാൻ തുടങ്ങി. നമുക്കറിയാം 1991 ശരിക്കും ഇന്ത്യയിൽ കമ്പ്യൂട്ടറും ടെക്നോളജിയൊക്കെ നല്ല രൂപത്തിൽ വരാൻ തുടങ്ങുന്നത്. കാരണം വിദേശ നിക്ഷേപങ്ങളും വിദേശ ടെക്നോളജി ഇന്ത്യക്ക് സിമ്പിളായിട്ട് എൻ്റർ ചെയ്യാൻ തുടങ്ങി. അതേപോലെ തന്നെ ഡെവലപ്മെൻറ്റ് ഓഫ് ഹ്യൂമൻ റിസോഴ്സും ഈ 1991 പോളിസി, ന്യൂ എക്കണോമിക് പോളിസിയോടുകൂടി, ന്യൂ റിഫോംസോട് കൂടിയിട്ട് നമ്മുടെ ഹ്യൂമൻ റിസോഴ്സും ഡെവലപ്പ് ചെയ്തു. കാരണം പുതിയ മാർക്കറ്റിലേക്ക്, പുതിയ ആ ഒരു മത്സരത്തിലേക്ക് നല്ല കഴിവുള്ള, ടാലൻ്റുള്ള, ഹാർഡ് വർക്കായ ആളുകൾ വേണം എന്ന് ജനങ്ങൾ മനസ്സിലാക്കിയിട്ട് രാജ്യത്തെ വിദ്യാഭ്യാസവും ആളുകളുടെ ടാലൻറ്റുകൾ സ്കില്ലുകൾ വർദ്ധിപ്പിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ ആളുകൾക്ക് ഒരുപാട് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി കിട്ടി. പണ്ട് എല്ലാവരും കൃഷിക്കാരാണ് നടക്കലായിരുന്നു. ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റി വിദേശ കമ്പനികൾ ഇവിടെ വന്നപ്പോൾ കിട്ടി. ഇന്ത്യയിലേക്കുള്ള ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻക്രീസ് ചെയ്തു. ഫീച്ചേഴ്സ് ഓഫ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസി എന്ന് പറഞ്ഞാൽ ഇവിടെ പറയുന്നത് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ 1991 പോളിസിയെ പറ്റിയിട്ട് തന്നെയാണ്. നമ്മൾ പറഞ്ഞാൽ ലൈസൻസിങ് ഒഴിവാക്കി, ഡയറക്റ്റ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റിന് ഒരുപാട് നിയമങ്ങൾ ലഘൂകരിച്ചിട്ട് അതിനെ ഇന്ത്യ സ്വീകരിക്കാൻ തുടങ്ങി. ഫോറിൻ ടെക്നോളജി എഗ്രിമെൻറ്റ്, അതായത് വാസ് പെർമിറ്റഡ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ കമ്പനികൾക്ക് വിദേശ ടെക്നോളജി അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാം. അതുമായിട്ടുള്ള അഗ്രിമെൻറ്റിൽ, കരാറിൽ ഒപ്പിടാം. എന്ന് പറഞ്ഞാൽ അതിനേക്ക് ഗവൺമെൻറ് വേറെ പ്രത്യേക പെർമിഷൻ്റെ ആവശ്യമൊന്നുമില്ലാത്ത വിദേശ കമ്പനികളുമായിട്ട് കരാറുണ്ടാക്കുന്നതിന്. അതുപോലെ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി. നമ്മൾ പറഞ്ഞതുപോലെ ഗവൺമെൻറ് പബ്ലിക് സെക്ടർ കമ്പനികൾക്ക് പ്രൈവറ്റിന് വിട്ടുകൊടുത്തു. ഡിവാലുവേഷൻ ഓഫ് റുപ്പീസ്, നമ്മുടെ രൂപയുടെ വില അത് ഇടിച്ചു കളഞ്ഞു. കാരണം മറ്റത് വില കൂട്ടിയിട്ട് ഓവർ വാല്യുവേഷൻ കൊണ്ട് ഒരുപാട് പ്രയാസങ്ങൾ നമ്മൾ നേരിട്ടിരുന്നു. അതുപോലെ ഓപ്പൺ ജനറൽ ലൈസൻസ്, പല വിഷയങ്ങൾക്ക് പല ലൈസൻസ് ആവശ്യമില്ലാത്ത ഒരു സിംഗിൾ ലൈസൻസിൽ ഒതുക്കി. നമ്മൾ പറഞ്ഞ ലിബറലൈസേഷൻ, നിയമങ്ങളൊക്കെ ലിബറലൈസ് ചെയ്തു, ഗ്ലോബലൈസ് ചെയ്തു. അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ അതിർത്തികൾ ഭേദിച്ചു കൊടുത്തു വിദേശികൾക്ക് വേണ്ടിയിട്ട്. പ്രൈവറ്റൈസേഷൻ നടത്തി. ഇതൊക്കെ നേരത്തെ പറഞ്ഞ വിഷയങ്ങളൊക്കെ തന്നെയാണ്. ഇതെല്ലാം ഒരേ കാര്യം തന്നെയാണ് ചർച്ച ചെയ്യുന്നത്. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി, ഇതൊക്കെ 1991 കൊണ്ടുവന്ന സംഗതികളാണ്. ഇൻഡസ്ട്രീസിന് ഒരുപാട് പ്രൊമോഷൻ കൊടുത്തു. ബാങ്കിങ് സെക്ടറിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തി. ഇൻഷുറൻസ് സെക്ടറിൽ മാറ്റങ്ങൾ വരുത്തി. ഇതൊക്കെ പ്രൈവറ്റൈസേഷൻ കൊണ്ട് വന്ന സംഗതികളാണ്. അതുപോലെ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ത്യയിൽ വന്നതുകൊണ്ട് ഇതിൻ്റെ പ്രാധാന്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മളിപ്പോൾ പറഞ്ഞ വിഷയം തന്നെയാണ്. ഒരുപാട് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ത്യയിലേക്ക് വന്നപ്പോൾ ഇവിടുത്തെ എക്കണോമി വളരാൻ തുടങ്ങി. പുതിയ കമ്പനീസ് ഇവിടെ വരാൻ തുടങ്ങി. കാരണം ഫോറിൻ വിദേശ ക്യാപിറ്റൽ വരുമ്പോൾ സ്വകാര്യ ഇവിടെ വലിയ കമ്പനികൾ വളരുമല്ലോ. അതുകൊണ്ട് തന്നെ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ടായി. രാജ്യത്തെ എക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഉണ്ടായി. ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് ഉണ്ടായി. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ എക്കണോമി വളരുമ്പോൾ സ്കില്ലഡായ, ടാലൻ്റായ മാനേജേഴ്സിന് പലരും വേണ്ടി വരും. അപ്പോൾ ആളുകൾ അത് പഠിക്കാൻ തുടങ്ങും. ആളുകൾ സ്കില്ലുള്ളവരാകും. ലേറ്റസ്റ്റ് ടെക്നോളജി, ക്യാഷ് ഉണ്ടായ ലേറ്റസ്റ്റ് ടെക്നോളജി വാങ്ങാമല്ലോ.
എക്സ്പോർട്ട് ഗ്രോത്ത് ചെയ്തു, കോമ്പറ്റേറ്റീവ് മാർക്കറ്റിനായി, ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസ് ഗ്രോത്തായി. കാരണം വിദേശത്തു നിന്നുള്ള ഫണ്ടൊക്കെ ഇവിടെ വലിയ വലിയ കമ്പനി വരുമ്പോൾ രാജ്യത്തുള്ള ഇൻഡസ്ട്രീസിന് വളരാതിരിക്കാൻ കഴിയില്ലല്ലോ. ഓക്കെ, ഓരോന്നും കൂടെ വിശദീകരിക്കുന്നുണ്ട്, അതിലേക്ക് പോകുന്നില്ല. നെക്സ്റ്റ്, ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻ്റ് റെക്കോർഡ് ഇൻ ഇൻ്റർനാഷണൽ ട്രേഡ്. ഭാഗം സ്കിപ്പ് ചെയ്യാൻ തോന്നുന്നുണ്ട്, നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം. നെക്സ്റ്റ് 8ാമത്തെ യൂണിറ്റ്.